നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. അരനൂറ്റാണ്ടായി ഇന്ത്യയുടെ ഇന്റലിജൻസ് രംഗത്ത് നിരന്തരം മുഴങ്ങിക്കേൾക്കുന്ന പേരാണ് അജിത് ഡോവലിന്റേത്. കേരളത്തിൽ കോട്ടയത്തെ പോലീസ് ഉദ്യോഗസ്ഥനായി തന്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയ ഡോവൽ ഇപ്പോൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. ദീർഘമായ തന്റെ ഔദ്യോഗിക യാത്രയിൽ ഒട്ടേറെ രഹസ്യാന്വേഷണ ഓപ്പറേഷനുകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഓരോന്ന് കഴിയുമ്പോഴും ഡോവലിനെ കുറിച്ചുള്ള കഥകൾ ജനപ്രിയങ്ങളായി. രാജ്യം 1989 ഡോവലിനെ കീർത്തിചക്ര നൽകി ആദരിച്ചു. പല ജന്മങ്ങളിൽ, പല വേഷങ്ങളിൽ, ഭാവങ്ങളിൽ അദ്ദേഹം തുടരുകയാണ്. എല്ലാ കാലത്തും അജിത് ഡോവലിനെ കുറിച്ചുള്ള വാർത്തകളിൽ യാഥാർത്ഥ്യവും അതിശയോക്തിയും പല അളവുകളിൽ കലർന്നിരുന്നു. ദേശാന്തരങ്ങളിലെ നാടോടി കഥകളിലെ വീരനായകരെ പോലെ ഡോവലിനെ കുറിച്ചുള്ള കഥകളും കാറ്റിലും കടലിലും നിറഞ്ഞ് കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് പരന്നു. അതിലെ നെല്ലും പതിരും വേർതിരിക്കാൻ ശ്രമിച്ചവർക്കാർക്കും കൃത്യവും തൃപ്തവുമായ ഉത്തരം ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ പല ജന്മങ്ങളിൽ, പല ഭാവങ്ങളിൽ, പലയിടത്തും ഈ മനുഷ്യൻ ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ കുശാഗ്ര ബുദ്ധിയാണ് ഭാരതത്തിന്റെ ജീവൻ. തന്റെ പൂർവികരിൽ നിന്ന്, മറ്റു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളിൽ നിന്നും വ്യത്യസ്തരായി ഡോവൽ എപ്പോഴും ഒരു ഓപ്പറേഷൻസ് മാൻ ആയിരുന്നു. ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്നും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ഡീപ് സ്റ്റേറ്റ് ആയ പാകിസ്ഥാനിലാണ് ഡോവലിന്റെ സാഹസിക ജീവിതം ഏറ്റവും അധികം ജീവിച്ചത്. 6 വർഷം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പാകിസ്ഥാന്റെ കഹൂദ ആണവ നിലയം നിൽക്കുന്ന നഗരത്തിൽ ശാസ്ത്രജ്ഞന്മാർ മുടിവെട്ടുന്ന ബാർബർ ഷോപ്പിൽ കയറി ഡോവൽ അവിടെ നിന്ന് വെട്ടിയിട്ട് തലമുടികൾ ശേഖരിച്ചു എന്ന് കേൾക്കാൻ ഇമ്പമുള്ളതും വസ്തുതാപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തതുമായ ഒരു കഥയുണ്ട്. ഈ മുടിയിൽ നിന്ന് ആണവ നിലയത്തിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ തരം തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് വാദം. ഇപ്പോഴിത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വേണ്ടി പാകിസ്ഥാനിൽ പ്രവർത്തിക്കവേ തന്റെ വ്യക്തിത്വം കണ്ടുപിടിക്കപ്പെട്ട ഒരു സംഭവം അജിത് ഡോവൽ തന്നെ ഒരിക്കൽ വെളിപ്പെടുത്തുകയുണ്ടായി. അതൊരു മാധ്യമത്തിലൂടെ വന്നത് ഇപ്പോൾ ചർച്ചയാവുകയാണ്. ലാഹോറിൽ ബാരി അലി എന്ന പേരായ വലിയൊരു പള്ളിയുണ്ട്. ധാരാളം ആളുകൾ വന്നു പോകുന്ന സ്ഥലം. സ്വാഭാവികമായും അജിത് ഡോവലും പലതവണ ആ പള്ളിയിൽ പോകുമായിരുന്നു. പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾക്കൊപ്പമാണ് അദ്ദേഹം അവിടെ ജീവിച്ചത്. ആർക്കും ഒരു സംശയവും തോന്നാത്ത തരത്തിലായിരുന്നു പ്രവർത്തനം. അങ്ങനെയിരിക്കെ ഒരു ദിവസം വളരെ പ്രായമേറിയ ഒരു മനുഷ്യൻ അജിത് ഡോവലിനെ അടുത്തേക്ക് വിളിപ്പിച്ചു. വെളുത്ത് താടി നീട്ടി വളർത്തിയ രൂപമായിരുന്നു അയാൾക്ക്. അടുത്തെത്തിയപ്പോൾ നിങ്ങൾ ഹിന്ദു ആണോ എന്നായിരുന്നു ആ മനുഷ്യന്റെ ചോദ്യം. അല്ല എന്ന് മറുപടി നൽകി. എങ്കിൽ എനിക്കൊപ്പം വരൂ എന്ന് പറഞ്ഞ് അയാൾ തന്നെ പള്ളിയിലേക്ക് അകത്തേക്ക് കൊണ്ടുപോയി. ഒരു ചെറിയ റൂമിനുള്ളിൽ കയറി ഉടനെ വാതിലടച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഹിന്ദു തന്നെയാണ്. തെളിവായി കണ്ടെത്തിയത് തന്റെ കാതിലുണ്ടായിരുന്ന കമ്മൽ കുത്തിയ പാടായിരുന്നു. തുടർന്ന് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതാണെന്ന് പറഞ്ഞെങ്കിലും വിശ്വസിച്ചില്ല. എത്രയും പെട്ടെന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്തോളൂ, അല്ലെങ്കിൽ പിടിക്കപ്പെടുമെന്നും മുന്നറിയിപ്പ് നൽകി. എന്നിട്ട് ഒരു കാര്യം കൂടി ആ മനുഷ്യൻ പറഞ്ഞു, ഞാനും ഒരു ഹിന്ദുവാണ്. എന്റെ സ്വന്തക്കാരെയെല്ലാം ഇവിടെയുള്ളവർ കൊലപ്പെടുത്തി. നിങ്ങളെപ്പോലെയുള്ളവർ ഇവിടെ ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സംഭാഷണം അവസാനിക്കുന്നത്. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് പല കഥകളിൽ പുറത്തു വന്നിട്ടുള്ളത്. സുവർണ ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ഡോവലിന്റെ 2ാമത്തെ വലിയ സൈനിക ബഹുമതിയായ കീർത്തിചക്ര നേടിക്കൊടുത്തിരുന്നു. കീർത്തിചക്ര നേടുന്ന ആദ്യ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഡോവൽ. സുവർണ ക്ഷേത്രത്തിലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിടെ പാകിസ്ഥാന്റെ ചാര സംഘടനയായ ISIയുടെ ആളാണ് താനെന്ന് ഭിന്ദ്രൻവാലയെയും സംഘത്തെയും വിശ്വസിപ്പിച്ചാണ് ഉന്തുവണ്ടി റിക്ഷക്കാരനായ ഡോവൽ ക്ഷേത്രത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുത്തത് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിനകത്ത് ഭീകരർ എങ്ങനെ എവിടെയൊക്കെ നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം പുറത്തെ ഓപ്പറേഷൻ സംഘത്തിനെ അറിയിച്ചത് ഡോവലാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇതിന് സ്ഥിരീകരണമില്ല എന്നും KPS ഗില്ലിന്റെയും ജൂലിയ റിബറോയുടെയും നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ കഠിന പ്രയത്നത്താലാണ് പഞ്ചാബിലെ ഭീകരവാദം അടിച്ചമർത്തിയത് എന്നുമാണ് മറുവാദം. ഈ വാദക്കാരും സമ്മതിക്കുന്ന ഒരു കാര്യം അജിത് ഡോവൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്, ഏതേതൊക്കെയോ ഭാവങ്ങളിലും രൂപങ്ങളിലും. മിസോ നാഷണൽ ഫ്രണ്ടിൽ നുഴഞ്ഞു കയറി സംഘടനയെ ചിഹ്ന ഭിന്നമാക്കി മിസോറാം ഇന്ത്യയോട് കൂട്ടിച്ചേർത്തതിന് പിന്നിലും ഡോവലിന്റെ തലച്ചോറാണ്. എയർ ഇന്ത്യ വിമാനം റാഞ്ചിയ താലിബാൻ ഭീകരരുമായി വിലപേശാൻ കാണ്ഡഹാറിലേക്ക് അയച്ചതും ഡോവലിനെയാണ്. 41 തീവ്രവാദികളെ വിട്ടുകിട്ടണമെന്ന ആവശ്യം 3ആക്കി കുറച്ചത് ഡോവലിന്റെ മിടുക്ക്. ഡോവലിന്റെ പ്രവർത്തനങ്ങൾ പോലീസ് പാഠ്യ പദ്ധതിയിലുമുണ്ട്. അങ്ങനെ 100 കഥകൾ. ശത്രുക്കൾക്ക് പേടി സ്വപ്നമായ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ക്യാബിനറ്റ് പദവിയോടെ 2ാം വട്ടവും പ്രധാനമന്ത്രി പ്രധാന ദൗത്യമേൽപ്പിച്ച ഡോവൽ കേരളത്തിനും ഉറ്റമിത്രവും രക്ഷകനുമാണ്. ലോകത്തെവിടെ മലയാളികൾ അപകടത്തിൽപ്പെട്ടാലും രക്ഷാദൂതനായി ഡോവൽ എത്തും.
അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ മുന്നിൽ നിൽക്കും. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥരാണ് ഈ ഉത്തരാഖണ്ഡുകാരൻ. ICS തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ 46 മലയാളി നഴ്സുമാരെ 2014 ഇറാഖിലെ തിക്രത്തിൽ നിന്ന് രക്ഷിച്ചതും ഡോവലിന്റെ മിടുക്കായിരുന്നു. ഇനിയും അദ്ദേഹം യാത്ര തുടരുകയാണ് ഇങ്ങനെ അറിയപ്പെടാത്ത ഭാവങ്ങളിലും വേഷങ്ങളിലും. പാകിസ്ഥാനെ മെരുക്കിയ ഒരു ഉരുക്കുമുഷ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലങ്കയായാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെയും പാകിസ്ഥാൻ കാണുന്നത്.